ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ഇപ്പൊ ലൈവില് കാണാൻ സാധിക്കുന്നത് അപ്സരയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റസ്മിനെയാണ്. ഇപ്പോ ബിഗ് ബോസ് ലൈവിൽ ഒരു ടാസ്ക് നടക്കുകയാണ്. ഒരു റാപ്പ് സോങ് മത്സരാർത്ഥികളോട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് നൽകിയിരിക്കുന്ന ടാസ്ക് ആണ്. അതിന്റെ ഇടയിൽ അപ്സരയും റസ്മിനും മാത്രം മാറിപ്പോയിരുന്ന ബാത്റൂമിൽ നിന്ന് സംസാരിക്കുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. അപ്സരയോട് കരഞ്ഞ് സംസാരിക്കുന്ന റസ്മിനെ കാണാം. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെയും ജാസ്മിന്റെയും കാര്യമാണ്. അവരുടെ രണ്ടുപേരുടെ ആയിട്ടുള്ള കാര്യത്തിൽ നീ പോയി ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കരുത് എന്ന് പറയുന്നു. എന്നിട്ട് അപ്സര പറയുന്നുണ്ട്, ഗബ്രിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനോട് ഇൻഡിവിജ്വൽ ആയി പോയി സംസാരിക്കാറുണ്ട്, അല്ലാതെ അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലോ പ്രശ്നങ്ങളുടെ ഇടയിലോ ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്ന് അപ്സര പറയുന്നു. അവര് രണ്ടുപേരും തമ്മിലുള്ളത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ ആണെന്ന് തോന്നുന്നില്ല എന്നും അപ്സര റസ്മിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നീ പോയി ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കരുത്, നിനക്കാണത് പുറത്തെ നെഗറ്റീവ് എന്ന് അപ്സര പറയുന്നുണ്ട്. അപ്സര വീണ്ടും റസ്മിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവർക്കിടയിൽ പോവാത്തത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ അത് ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നീ ഗെയിം ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാമെന്ന് ഞാൻ പലതവണ ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജാസ്മിൻ നിന്നോട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നതും ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗെയിമിന് വേണ്ടി മാത്രം നിലനിൽപ്പിന് വേണ്ടി മാത്രം കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് അപ്സര പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിരുന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് റസ്മിൻ. ഇവർ രണ്ടുപേരും ഇത്രയും നാളും കളിച്ചുകൊണ്ടിരുന്ന ലവ് ഡ്രാമ വേറൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോയി. അതിനിടയിൽ റസ്മിനും മീഡിയേറ്റർ ആയിട്ട് പോയിരുന്നു. അപ്പൊ ഇതേ തുടർന്ന് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. റസ്മിൻ അതുകൊണ്ടാണ് കരയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും.